Hi to all. നമുക്കിന്ന് നെയിൽ ക്രോക്കി 10 ഹെഡ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതിനായിട്ട് 0 മുതൽ 10.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യും. ഇതുപോലെ. അതിനുശേഷം 0-ൽ നിന്ന് 6 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യുക. 3-ൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ 10.5 ഇഞ്ച് ഉണ്ടല്ലോ, ഓരോ ലൈനും സ്ട്രെയിറ്റ് ഇതുപോലെ വരച്ചു കൊടുക്കുക. 10 വരെ വരച്ചു കൊടുക്കുക. ഇനി ആദ്യത്തെ 1 ഇഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ 1/4 ഇഞ്ച് വീതി വരുന്ന 2 വരകൾ വരയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ 1/2 ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് എടുത്തേക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് വരയ്ക്കുമ്പോൾ 1/4 ഇഞ്ച് വീതമുള്ള 2 വരകളാവും ഇതുപോലെ. അടുത്തത് 2 ഇഞ്ചിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 1/4 ഇഞ്ച് വീതിയിലൊരു വര കൊടുക്കുക. അത് കഴിഞ്ഞ് 3 ഇഞ്ച് വര കണ്ടോ, അതിൻ്റെ താഴെ ഇതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ വര കൊടുക്കുക. 4 ഇഞ്ച് വര കണ്ടോ, അതിൻ്റെ താഴെ 1/4 ഇഞ്ച് വീതമുള്ള 2 വരകൾ കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വര കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ സെൻറ്ററിലായിട്ട് വരച്ചാലും മതി. അടുത്തത് 5 ഇഞ്ച് ലൈൻ കണ്ടോ, അവിടെയും 1/4 ഇഞ്ച് വര കൊടുക്കുക. അത് കഴിഞ്ഞ് 6 തൊട്ട് 7 ഇഞ്ച് വരെയുള്ള ഭാഗം ഉണ്ടോ, അവിടെ 1/2 ഇഞ്ചിൻ്റെ വര കൊടുക്കുക. പിന്നെ വരുന്നത് 9 ഇഞ്ചിനും 10 ഇഞ്ചിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ലൈൻ കൊടുക്കുക. ഇതുപോലെ. ഇത്ര നേരം നമ്മൾ ഇഞ്ചസിലാണ് വരച്ചത്. ഇനി നമ്മൾ സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മുടെ 1 ഇഞ്ച് ഉണ്ടോ, ഈ വരയുടെ നേരെ സെൻറ്റർ എടുക്കുക. ഇനിയെല്ലാം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഓക്കെ. ഇരുവശത്തായിട്ട് ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇഞ്ചസ് അല്ല, സെൻറ്റിമീറ്റർ കേട്ടോ. അതൊരു ബോക്സ് ആക്കുക. അടുത്തത് 1 ഇഞ്ചിന് താഴെയുള്ള ഫസ്റ്റ് ലൈൻ കണ്ടോ, അതിൻ്റെ സെൻറ്റർ എടുക്കുക. അവിടുന്ന് ഇരുവശത്തോട്ടും 0.7 മാർക്ക് ചെയ്യുക. ഇത് കഴുത്തിൻ്റെ ഭാഗമാണ്. യോജിപ്പിക്കാൻ. അത് കഴിഞ്ഞ് 1 ഇഞ്ചിന് താഴെയുള്ള രണ്ടാമത്തെ വര കണ്ടോ, അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇരുവശത്തായിട്ടും 2.5 മാർക്ക് ചെയ്യുക. ഇത് ഷോൾഡറാണ്. 2.5, ഇവിടെയും 2.5 യോജിപ്പിക്കുക. ഇനി വരയ്ക്കുന്നത് 3 ഇഞ്ച് ലൈൻ കണ്ടോ, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഫസ്റ്റ് ലൈൻ കണ്ടോ, ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് 1.5 മാർക്ക് ചെയ്യുക. ഇതിനെ ഷോൾഡറുമായിട്ട് ഇതുപോലെ യോജിപ്പിക്കുക. അടുത്തത് 4 ഇഞ്ച് വര കണ്ടോ, അതിൻ്റെ ഒന്നാമത്തെ ലൈൻ, ആ സെൻറ്ററിൽ നിന്നും ഇരുവശത്തായിട്ട് 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുക. ഇത് വേസ്റ്റുമായിട്ട് ഹിപ്പിനെ ഇതുപോലെ യോജിപ്പിക്കാം.
അടുത്ത് വരയ്ക്കേണ്ടത് 9 ഇഞ്ചിന് താഴെയുള്ള ഫസ്റ്റ് ലൈൻ കണ്ടോ, അതിൻ്റെ ഇരുവശത്തുമായിട്ട് ഇതിൻ്റെ ഇരുവശത്തുമായിട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. ഇത് കാലിൻ്റെ പാദം തുടങ്ങുന്ന ഭാഗമാണ്. അത് ഹിപ്പുമായിട്ട് ഇതുപോലെ യോജിപ്പിക്കാം. പെരലുകൾ വരയ്ക്കുന്ന ഭാഗം മാർക്ക് ചെയ്യാം. അതായത് 10.5 താഴെയായിട്ട് സെൻറ്ററിൽ നിന്ന് 1.2 സെൻറ്റിമീറ്റർ ഇരുവശത്തും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് കൈകളാണ്. അതിനായിട്ട് നമ്മുടെ 3 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 3 ഇഞ്ചിൻ്റെ 1.5 എടുത്തല്ലോ ഇരുവശത്തുമായിട്ട്, ആ ലൈനിൽ കൊണ്ടുവരിക. അവിടുന്ന് ഇരുവശത്തായിട്ടും ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ഇതുപോലെ. അതിനുശേഷം 4 ഇഞ്ച് ഉണ്ടോ, 4 ഇഞ്ച് ലൈന്, ഈ ലൈന് ഹിപ്പിനോട് ചേർന്ന് കിടക്കുന്ന രണ്ടാമത്തെ ലൈൻ കണ്ടോ, അതായത് ഈ ലൈൻ ഇവിടുന്ന് 0.5 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി അതിന് ആ 0.5ൻ്റെ തൊട്ടടുത്തായിട്ട് 0.7 മാർക്ക് ചെയ്തു. ഇനി ഈ ഹിപ്പിനോട് താഴെ കിടക്കുന്ന ചേർന്ന് കിടക്കുന്ന ലൈൻ കണ്ടോ, അതിൻ്റെ താഴെ 5ാമത്തെ ലൈൻ കണ്ടോ, അതിനോട് ചേർത്ത് 0.5 മാർക്ക് ചെയ്യുക. അതിനോട് ചേർത്ത് തന്നെ 0.4 മാർക്ക് ചെയ്യുക. വീണ്ടും 0.4 മാർക്ക് ചെയ്യുക. ഇപ്പോൾ സെൻറ്ററിലായിട്ടൊരു ഡോട്ട് ഉണ്ടാവും. ഇതുണ്ട്, ഈ ഡോട്ട് ഇതുണ്ടോ, രണ്ടിലെ സെൻറ്ററിൽ ഈ ഡോട്ട്, അതിൻ്റെ താഴെയായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക താഴത്തെ ലൈനോട് ചേർത്ത്. എന്നിട്ട് വി ഷേപ്പിൽ ഇതിനിങ്ങനെ യോജിപ്പിക്കുക. കണ്ടോ, ഈ രീതിയിൽ യോജിപ്പിക്കുക. എന്നിട്ട് മുകളിലോട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്യുക. യോജിപ്പിച്ചു. അടുത്ത ഇത് തമ്മിൽ യോജിപ്പിച്ചു. ഷോൾഡറുമായിട്ട് ഇതും അതുപോലെ. ഈ ഭാഗം ഷോൾഡറുമായിട്ട്, അതായത് രണ്ടാമത്തെ ലൈനിൻ്റെ രണ്ടാമത്തെ വരയിൽ വേണം യോജിപ്പിക്കാൻ. ഷോൾഡറുമായിട്ട് യോജിപ്പിച്ചു. ഇനി ഇത് സെയിം തന്നെ അപ്പുറം ചെയ്യണം ഈ ഭാഗത്ത്. അതിനായിട്ട് വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടോ, അവിടുന്ന് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് 2 തവണ മാർക്ക് ചെയ്യുക. ചെയ്തു. 4 ഇഞ്ച് ലൈനിൻ്റെ രണ്ടാമത്തെ ലൈനിൽ വരിക. അവിടുന്ന് 0.5 മാർക്ക് ചെയ്യുക. 0.7 മാർക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴത്തെ 5ാമത്തെ ലൈൻ വരുന്ന ലൈനിൽ വരിക. ഈ 5ാമത്തെ ലൈൻ്റെ ഇവിടെ ഹിപ്പിനോട് ചേർന്നുള്ള അവിടെ 0.5 മാർക്ക് ചെയ്യുക. വീണ്ടും 0.4 മാർക്ക് ചെയ്യുക. 0.4 മാർക്ക് ചെയ്യുക. ഈ 3 ഡോട്ടിൻ്റെ ഇടയിൽ സെൻറ്ററിൽ ഒരു ഡോട്ട് വരും. അതിൻ്റെ നേരെ താഴെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനെ ഇതുപോലെ വി ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ഇനി ഇതെല്ലാം പരസ്പരം യോജിപ്പിക്കുക. ഷോൾഡറുമായിട്ട് യോജിപ്പിക്കുക. അതായത് രണ്ടാമത്തെ ലൈൻ ഇഞ്ച് ലൈനിൻ്റെ ഫസ്റ്റ് ലൈനിൽ യോജിപ്പിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ
വെയിൽ ക്രോക്കി റെഡിയായി. സബ്സ്ക്രൈബ് മൈ ചാനൽ.